ഹരേ കൃഷ്ണ. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ 3-ാം അധ്യായമാണ് ഞാൻ പാരായണം ചെയ്തത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഓം ശ്രീ ലളിതാംബികായേ നമോ നമഃ. പങ്കജോത്ഭവനോടും ശ്രീനാരായണനോടും ശങ്കരനോടും ജഗദ്ധാത്രീ പ്രകൃതി താൻ പെരുകും കൃപയുടെ പ്രത്യക്ഷമായി നിന്നിട്ടരുളി ചെയ്തോരോ സ്ഥാനത്തിലാക്കിയിട്ടേവം സൃഷ്ടിക്കുന്നതിനു ഞാൻ നിങ്ങളെ നിജേച്ഛയാ സൃഷ്ടിച്ചതാണെന്നുള്ളിൽ ഓർക്കണം പുരുഷരെ. ഹേ മഹാഭാഗന്മാരെ, ഞാൻ ഇച്ഛിക്കുന്ന വണ്ണം ആമയം കൂടാതെ കണ്ടായത് ചെയ്തിടുവിൻ. സ്ഥാവരജംഗമങ്ങളാകിയ ഭൂതങ്ങളെ ആവോളം ബ്രഹ്മാവാശു സൃഷ്ടിച്ചിടുക വേണം. പെരുകെ പരാക്രമമെഴുമീ വിഷ്ണു തന്നെ പരിപാലനം ചെയ്തു കൊള്ളേണം വഴി പോലെ. സംഹാരവാഞ്ചയുണ്ടാകുമ്പോൾ ശിവൻ സർവസംഹാരം തമോ ഗുണാക്രാന്തം ചെയ്യുക വേണം. അന്യോന്യം സഹായത്തെ സൃഷ്ടിയാദികാര്യങ്ങളിൽ സന്ദേഹം കൈവെടിഞ്ഞു ചെയ്യണം 3 പേരും. ഞാൻ 5 രൂപം പൂണ്ടു നിങ്ങൾക്ക് ചേരുന്നോരു 4-5 മിഴിമാരായി വിഹരിച്ചിടാമല്ലോ. അന്തരം കൂടാതംശം കൊണ്ടു ഞാൻ തന്നെ സർവജന്തു സഞ്ചയങ്ങളിൽ സ്ത്രീകളായി ഭവിച്ചിനി. വിവിധങ്ങളായുള്ള ഭൂതസഞ്ചയങ്ങളെ ഭുവനത്തിങ്കലേറെ പ്രസവിക്കുകയും ചെയ്യാം. മാനസിയായിടുന്ന സൃഷ്ടിയെ ചെയ്തിടു നീ. ഞാൻ അതിനനുവാദം ബ്രഹ്മാവേ തവ തന്നേ. ഒട്ടും സംശയമില്ല, വിസ്തൃതയാകയില്ലേ സൃഷ്ടി സമയത്തിൽ മറ്റൊരു വിധത്തിലും. ഹരേ ദേവി മഹാമായേ നമോ നമഃ. നാരായണീ നമോ നമഃ. നാരായണീ നമോ നമഃ. ആർന്നിടുന്നൊരാനയായി ജഗത്രയം പവിത്രമാക്കി ഉല്ലസിക്കുമീശനെ ഭജിച്ചിടാം.